ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ വെക്കേഷൻ ക്ലാസ്സസ് April 1 സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. ഈ വരുന്ന April 1 കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുകയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ്. സൂമിൽ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും കിട്ടുന്ന രീതിയിലാണ് വെക്കേഷൻ ക്ലാസ്സസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ വർഷം കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുവാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടേ ഇരിക്കുവാണ്. അവർക്ക് നെക്സ്റ്റ് ഇയറിലും 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷൻ ഉണ്ടാകും. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൂമിൽ ലൈവായിട്ട് ട്യൂഷൻ ഉണ്ടാകും. വെക്കേഷൻ ക്ലാസ്സസിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സിന്റെ ക്ലാസ് നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെറ്റേഴ്സ് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ചില കുട്ടികൾക്ക് എഴുതാനും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കായിട്ട് ഈ വെക്കേഷന് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുട്ടികൾ വായിക്കുവാനും സ്പെല്ലിംഗ് മനസ്സിലാക്കി അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുവാനും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കുട്ടികൾ എക്സാം ഒക്കെ എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതൊക്കെ ഈ അവധിക്കാല ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർ മാർച്ച് 15 മുതൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മാർച്ച് 15 മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് കേട്ടോ ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ്സസും ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. ഓക്കെ, 3ാം ക്ലാസ്സിൽ നിന്ന് മാത്തമാറ്റിക്സ് എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവർക്കും ഈസി ആയിരുന്നോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗിഫ്റ്റ്. Jwala Club conducted speech competition as part of the New Year celebrations. 4 children were declared winners under various categories. Winners will be given 500 rupees each as gift. The currency notes which are to be placed in the gift covers are in the table. Complete the table. അപ്പോൾ 500 രൂപയാണ് 4 കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഓരോ കുട്ടികൾക്കും കവറിലാണ് ഈ 100 റുപ്പീസ് കൊടുത്തത്. ഓരോ കവറിലും 100 റുപ്പീസ് എങ്ങനെയാണ് കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ഒന്നാമത്തെ കുട്ടിക്ക് എങ്ങനെയാണ്? 100 റുപ്പീസ് നോട്ട് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ എത്ര 100 റുപ്പീസ് നോട്ട് കൊടുത്തപ്പോഴായിരിക്കും 500 ആയത്? 5 ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ കുട്ടിക്കോ 10 റുപ്പീസ് മാത്രം വെച്ചിട്ടാണ് ആ കവറിൽ കൊടുത്തത്. 500 റുപ്പീസ് ഉണ്ട്, 10 റുപ്പീസ് മാത്രമാണ് കൊടുത്തത്. 10 റുപ്പീസിന്റെ നോട്ട്സ് മാത്രം. അപ്പൊ എത്ര 10 റുപ്പീസിന്റെ നോട്ട്സ് വെക്കേണ്ടി വന്നിട്ടുണ്ടാവും? 50 10 റുപ്പീസിന്റെ നോട്ട് വയ്ക്കുമ്പോൾ എത്രയാകും? 500 ആകും. മൂന്നാമത്തെ കുട്ടിക്ക് 4 100 രൂപയും 2 50 രൂപയും കൊടുത്തു. അപ്പോൾ അത് 500 ആയി. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കുട്ടിക്ക് എങ്ങനെയാണ് കൊടുത്തത് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ചില കുട്ടികൾ 100 എത്ര എഴുതിയിട്ടുണ്ട്? 1 എഴുതിയവരുണ്ടാവും, 2 എഴുതിയവരുണ്ടാവും, 3 എഴുതിയവരുണ്ടാവും, 4 എഴുതിയവരുണ്ടാവും. ഇപ്പോൾ 3 ആണ് കൊടുക്കുന്നതെങ്കിലോ 3 × 100 എത്രയായി? 300 ആയി. ഇനി 50 റുപ്പീസിന് നോട്ട് ഉണ്ട്. 50 റുപ്പിയുടേത് 3 തന്നെ കൊടുത്താൽ 3 തന്നെ 50 റുപ്പീസിന് നോട്ട് കൊടുത്താൽ എത്രയായി? 150 ആയി. ഇനി 10ന്റെ എത്ര കൊടുക്കാം? 5 കൊടുക്കാം. 5ന്റെ 10 റുപ്പീസ് നോട്ട് 5 കൊടുത്താൽ എത്രയായി? 50 ആയി. അപ്പോൾ ടോട്ടൽ എത്രയായി? 500. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ 500 കിട്ടണം, ആൻസർ കിട്ടണം എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തുവല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്രിക്കറ്റ് മാച്ചാണ് കേട്ടോ. ഇവിടെ കണ്ടോ ആരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നത്? ടൈഗർ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, അതുപോലെ ഇത് അവിടെ ഫോക്സ് ഉണ്ട്, ലയൺ ഉണ്ട്, ഹോഴ്സ് ഉണ്ട്. എല്ലാവരും ക്രിക്കറ്റ് കളിക്കുവാണ്. ഓക്കെ, എ ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ഫോറസ്റ്റ്. ദ മാച്ച് ഈസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കർ ക്ലബ്. ടസ്കർ ക്ലബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ്. ലുക്ക് അറ്റ് ദ സ്കോർ. അപ്പോൾ ടസ്കർ ക്ലബ്ബാണ് ആദ്യം ബാറ്റ് ചെയ്തത്. അവരുടെ സ്കോർ ഇവിടെ നൽകിയിട്ടുണ്ട്. ജംഗോ എലിഫന്റിന് എത്രയാ?
125 റൺസ് കിട്ടി. മുട്ടൻ എന്ന് പറഞ്ഞാൽ ലയൺ എത്ര കിട്ടി? 109 റൺസ് കിട്ടി. സ്പീഡി ഹോഴ്സാണ്, 75 റൺസ് കിട്ടി. Now Jamban, the tiger of the Pandes club, is batting with 120 runs. Along with him, Tricky Fox is batting with 92 runs. അപ്പോൾ ഇവിടെ ടസ്കർ ക്ലബിന്റെ റൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാന്തേസ് ക്ലബിൽ ടൈഗറിന് 120 റൺസ് കിട്ടി, ഫോക്സിന് 92 റൺസ് കിട്ടി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി റൺസ് ഡിഡ് ടസ്കർ ക്ലബ് സ്കോർ? ടസ്കർ ക്ലബിന് എത്ര കിട്ടി? ഇത് എന്ത് ചെയ്താൽ മതി? 125 പ്ലസ് 109 പ്ലസ് 75 എത്ര ആൻസർ വരിക? 309 ആണ് ആൻസർ കിട്ടുക. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ ഹൗ മെനി റൺസ് ഡു പാന്തേസ് ക്ലബ് ഹാവ് നൗ? ഇപ്പോൾ പാന്തേസ് ക്ലബിന് എത്ര റൺ ആയിട്ടുണ്ട്? 120 പ്ലസ് 92. ഇവിടെയുള്ള 120യും 92യും കൂടി കൂട്ടുമ്പോൾ എത്ര ആൻസർ കിട്ടുക? 212 ആണ് പാന്തേസ് ക്ലബിന് റൺസ് ആയിട്ടുള്ളത്. ഇനി അതിലുള്ള സി ക്വസ്റ്റ്യൻ ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ടു പാന്തേസ് ക്ലബ് ടു വിൻ ദ മാച്ച്? ഇനി പാന്തേസ് ക്ലബ്ബ് ഈ മാച്ച് വിൻ ചെയ്യണമെങ്കിൽ ഇനി എത്ര റൺസ് കൂടി വേണം? 309 റൺസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ടസ്കർ ക്ലബിനുള്ളത്. ഇവിടെ പാന്തേസ് ക്ലബ്ബ് അവരോടൊപ്പം എത്തുന്നതിന് എത്ര വേണം? 97 വേണം. അപ്പൊ 98 റൺസ് കിട്ടിയാൽ എന്ത് ചെയ്യാം? ജയിക്കാം. 97 റൺസ് കിട്ടിയാൽ അവരോട് കൂടെ ആവും. അപ്പോൾ ഒന്നുകൂടെ കിട്ടിയാൽ 98 ആയാൽ എന്താകാം? ഈ മാച്ചിൽ ജയിക്കാം. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി 3 ആണ്. റൈറ്റ് ദ മെഷേഴ്സ്. വേരിയസ് മെഷറിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വെയ്റ്റിംഗ് സ്കെയിൽസ് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ മെഷർമെന്റ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. ഇവിടെ ചെറിയൊരു മില്ലി ലിറ്ററിന്റെ ചെറിയൊരു നോസിൽ തന്നിട്ടുണ്ട്. 2 ടൈംസ് എടുക്കുമ്പോൾ 10 മില്ലി ലിറ്റർ ആവും. ഇവിടെ 200 മില്ലിയുടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 4 ടൈംസ് എടുത്താൽ എത്രയാവും? 200 മില്ലി 4 ടൈംസ് എടുത്താൽ എത്രയാവും? 800 മില്ലി ആവും. 800 ml ആവും. ഓക്കെ. ഇനി 1 ലിറ്റർ 3 ടൈംസ് എടുത്താൽ എത്രയാവും? 1 ലിറ്റർ 3 ടൈംസ് എടുത്താൽ 3 ലിറ്റർ ആവും. 500 ഗ്രാം 4 ടൈംസ് എടുത്താൽ എത്ര കിലോഗ്രാം ആവും? 2000 ഗ്രാം ആണ് എന്ന് പറയുമ്പോൾ 2 കിലോഗ്രാം ആവും. ഓക്കെ. അപ്പോൾ എല്ലാവരും ആൻസർ എഴുതിയല്ലോ. ഇതിൽ അടുത്ത് വരുന്നത് ദ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് ലെജു ഇൻ ദ സ്റ്റാൻഡേർഡ് 3 ഈസ് ഗിവൺ. റൈറ്റ് ദ കറക്റ്റ് യൂണിറ്റ്. ഇവിടെ ലെജുവിന്റെ ഹൈറ്റും വെയ്റ്റും. ഹൈറ്റ് നോക്കുവാണ്. ഹൈറ്റ് നമ്മൾ എങ്ങനെയാണ് അളക്കുക? ഹൈറ്റ് 128 സെന്റിമീറ്റർ. വെയ്റ്റ് 35 കിലോഗ്രാം kg. ഓക്കെ. എഴുതിയല്ലോ എല്ലാവരും. Next question, vegetable garden. The picture shows the vegetables Milan got from his school vegetable garden today. Complete the table writing the numbers of each vegetable. ഓരോ വെജിറ്റബിളും എത്രയുണ്ട്? പംകിൻ, പൊട്ടാറ്റോ, ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, ഓണിയൻ, ഇത്രയും ഉണ്ട്. അപ്പോൾ ഇവിടെ പംകിൻ എത്രയുണ്ട്? 1 2 3 4 5 6 7 ഉണ്ട്. പംകിൻ എത്രയുണ്ട്? 7 ഉണ്ട്. ഓക്കെ. പൊട്ടാറ്റോ എത്രയുണ്ട്? 1 2 3 4 5 6 പൊട്ടാറ്റോസ് ഉണ്ട്. ടൊമാറ്റോ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 ടൊമാറ്റോസ് ഉണ്ട്. ലേഡീസ് ഫിംഗർ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 ലേഡീസ് ഫിംഗർ ഉണ്ട്. ഓണിയൻ എത്രയുണ്ട്? 1 2 3 4 5 6 7 ഓണിയൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം ഈ ടേബിൾ ഫില്ല് ചെയ്യുക. ഓരോ വെജിറ്റബിൾസും എത്ര എണ്ണം ഉണ്ട് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ. അതാണ് അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പംകിൻ വരുന്നത് 7 ആണ്. ടൊമാറ്റോ വരുന്നത് 8 ആണ്. ലേഡീസ് ഫിംഗർ 10 വന്നു. പൊട്ടാറ്റോ 6 വന്നു. ഓണിയൻ 7 വന്നു. ഇതിലുള്ള ചോദ്യം നെയിം ദ വെജിറ്റബിൾസ് വിച്ച് ആർ സെയിം ഇൻ നമ്പർ. സെയിം നമ്പർ വരുന്ന വെജിറ്റബിൾ ഏതൊക്കെയാണ്? ഒണിയനും പംകിനും. അപ്പോൾ ഒണിയൻ ആൻഡ് പംകിൻ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഒണിയൻ, പംകിൻ. ഓക്കെ. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഈ ഒരു ടേബിൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വെജിറ്റബിൾസ് എഴുതാം. ഓരോ കുട്ടികളും ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കാർഡ് ഗെയിം ആണ്. അജയ് ആൻഡ് മിലൻ ആർ പ്ലേയിങ് കാർഡ്സ്. They took 24 cards from the box and divided them equally and started to play.
ഒരു ബോക്സിൽ നിന്ന് 24 കാർഡ്സ് എടുത്തു. എന്നിട്ട് അവർ കളിക്കാൻ തുടങ്ങി. ഈക്വലി ഡിവൈഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്കും എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്? 24 കാർഡ്സ് ആണുള്ളത്. 2 പേരായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്രയാ? 12 കിട്ടും. ഓക്കെ, അതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം 2 more ഫ്രണ്ട്സ് ജോയിൻ ദം. ആദ്യത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ 2 കുട്ടികൾ കൂടി ജോയിൻ ചെയ്തു. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. അവർ വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്തു. ദേ ഡിവൈഡഡ് ദ കാർഡ്സ് എഗെയിൻ. നൗ ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്? അപ്പോൾ 24 കാർഡ്സ് ആണുള്ളത്. 24 കാർഡ്സ് ഉണ്ട്. 4 ഫ്രണ്ട്സ് ഉണ്ട്. 4 ആദ്യം 2 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേരായി. അപ്പോൾ എത്രയാ വരിക? 24/4 6 ആണ് വരിക. 6 ആണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി അതിലുള്ള സി ക്വസ്റ്റ്യൻ, ആഫ്റ്റർ സം ടൈം 4 more ഫ്രണ്ട്സ് കെയിം. വീണ്ടും ഇപ്പോൾ 4 ഫ്രണ്ട്സ് ഉണ്ട്. 4 ഫ്രണ്ട്സ് ഉണ്ട്. വീണ്ടും 4 ഫ്രണ്ട്സ് കൂടി വന്നു. അപ്പോൾ എത്ര ഫ്രണ്ട്സ് ആയി? 8 ഫ്രണ്ട്സ് ആയി. ദേ ടുക്ക് 24 കാർഡ്സ് ഫ്രം ദ ബോക്സ്. 24 കാർഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് മിക്സ്ഡ് ദം വിത്ത് ദ കാർഡ്സ് ദേ വെയർ ഓൾറെഡി പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരുന്ന 24 കാർഡ്സിനോടൊപ്പം വീണ്ടും 24 കാർഡ്സ് എന്ത് ചെയ്തു? കൂടെ എടുത്ത് മിക്സ് ചെയ്തു. അപ്പോൾ എത്ര കാർഡ്സ് ആയി? 48 കാർഡ്സ് ആയി. Then they divided the cards equally to start a new game. Now how many cards will each one have? അപ്പോൾ 48 cards ഉണ്ട്. 8 ആൾക്കാരുണ്ട്. അപ്പോൾ 48 divided by 8 എത്രയാ വരിക? എ ക്വസ്റ്റ്യൻ, എ ഓപ്ഷൻ എ 6 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 3ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നു കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട്സ് ദ ടൈം? ടൈം ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇത് എത്ര മണിയാണ്? നമുക്കറിയാം. ഏതാണ്? 2 ആണ്. 2 PM ആണ്. ഓക്കെ, 2 ആണ്. ടൈം 2 ആണ്. അതിൽ 2:15 വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2:15 എന്ന് പറയുമ്പോൾ എന്താണ്? 2-വിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരും. ഇത്രയും വരത്തില്ല. കാരണം 2:15 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? 2-വിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. 15 എന്ന് പറയുമ്പോൾ ഓക്കെ 1:45. 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലോട്ട് വരും. 1:45. എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. തൻവി ബോർഡ് എ ട്രെയിൻ ഫ്രം വർക്കല ടു ചെങ്ങന്നൂർ ടു വിസിറ്റ് ഹെർ അങ്കിൾസ് ഹൗസ്. വർക്കലയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് തൻവി അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് അറ്റ് 3:30. 3:30 അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. 3:30ക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. റീച്ച് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊല്ലത്തെത്തി. അപ്പോൾ 3:30ക്ക് സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊല്ലത്തെത്തി. അപ്പോൾ എത്ര മണിക്കാണ് കൊല്ലത്തെത്തിയത്? 4 PM. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour. വീണ്ടും 1 മണിക്കൂർ യാത്ര ചെയ്തു. അപ്പോൾ 4 o'clock 5 o'clock ആയി. ദ ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ. എവിടെ എത്തി? 5 മണിക്ക് എവിടെ എത്തി? ചെങ്ങന്നൂരെത്തി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് ദ അറൈവൽ ടൈം ഓഫ് ദ ട്രെയിൻ അറ്റ് കൊല്ലം? കൊല്ലത്ത് എത്ര മണിക്ക് എത്തി? 4 PM. 3:30ക്ക് തിരിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എവിടെ എത്തി? കൊല്ലത്തെത്തി. 4-ലാണ് എത്തിയത്. വെൻ ഡിഡ് ദ ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ? ചെങ്ങന്നൂരിൽ എപ്പോൾ എത്തി? 5 o'clock എത്തി. എത്ര മണിക്ക് എത്തി? 5 o'clock എവിടെ എത്തി? ചെങ്ങന്നൂരെത്തി. യെസ്, എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നല്ലോ. യെസ്, ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.